കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ 36ാമത് തൊടുപുഴ താലൂക്ക് സമ്മേളനം നടത്തി. തൊടുപുഴ ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി UDF ഇടുക്കി ജില്ലാ കൺവീനർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ 36ാമത് തൊടുപുഴ താലൂക്ക് സമ്മേളനമാണ് തൊടുപുഴ ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. UDF ഇടുക്കി ജില്ലാ കൺവീനർ MJ ജേക്കബ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ LDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ദിശാബോധമില്ലാതെ കോർപ്പറേറ്റീവ് മേഖലയെ എങ്ങനെ തകർക്കാം എന്നുള്ളതിനെ പറ്റി എനിക്ക് തോന്നുന്ന ഗവേഷണം നടത്തുകയാണ്. പല പരിഷ്കാരങ്ങളും തലതിരിഞ്ഞ പരിഷ്കാരങ്ങളാണ്. ഒന്ന്, നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു. ഒന്ന്, ഗവൺമെന്റ് ഘടികാരസ്ഥിത കൊണ്ടുള്ള പുതിയ പദ്ധതികളൊന്നും വരാത്തത് കൊണ്ട്, പുതിയ തൊഴിലവസരങ്ങൾ വരാത്തത് കൊണ്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് നിലനിൽക്കുന്നു. മറുഭാഗത്ത് നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനം, അതുമൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ. എംപ്ലോയീസ് ഫ്രണ്ട് താലൂക്ക് പ്രസിഡന്റ് ജോർജ് തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ സംഘങ്ങളിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ M. ജോസ്, ജോളി AD എന്നിവർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. തൊടുപുഴ ടൗൺ ബാങ്ക് പ്രസിഡന്റ് K. ദീപക് മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ ഓൾ ഇന്ത്യ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷൻ ഏർപ്പെടുത്തിയ മികച്ച അധ്യാപകനുള്ള ഗുരുശ്രേഷ്ഠ പുരസ്കാരം നേടിയ തൊടുപുഴ താലൂക്ക് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ബിജോയ് മാത്യുവിനെ ആദരിച്ചു. സഹകരണധാര എഡിറ്റർ UM ഷാജി, വഴിത്തല സഹകരണ ബാങ്ക് പ്രസിഡന്റ് ക്ലമന്റ് ഇമ്മാനുവൽ, അരിക്കുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടോണി കുര്യാക്കോസ്, ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു, സെക്രട്ടറി ഷാജൻ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സംഘടനയുടെ പ്രസിഡന്റായി S. ജയേഷ് കുമാർ, സെക്രട്ടറി ലൂക്കോസ് സ്റ്റീഫൻ, ട്രഷറർ ബിബിൻ ക്ലമന്റ് എന്നിവരെ തെരഞ്ഞെടുത്തു. മീഡിയ ടുഡേ ന്യൂസ്, തൊടുപുഴ. തൊടുപുഴയെ പൊന്നണിയിച്ച കണ്ടിരിക്കൽ ജ്വല്ലറി ഈ ഡയമണ്ട് ജൂബിലി ആഘോഷവേളയിൽ ഞങ്ങളുടെ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 916 HUID ഹോൾമാർക്ക് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ. ഒപ്പം നേടാം ഓരോ പർച്ചേസിലും പണിക്കൂലിയിൽ 50% ഇളവ്. ഇനി ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി, നിയർ സിവിൽ സ്റ്റേഷൻ, തൊടുപുഴ.